അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ പറയുന്നത് ആസുറ ബീവി റളിയല്ലാഹു അൻഹയുടെ പാർട്ട് 3 ആണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആസുറ ബീവി റളിയല്ലാഹു അൻഹ. കച്ചവടക്കാരനായ പ്രഭു ദീനിയുമായി ചിന്തയുള്ള ആളായിരുന്നു. മാത്രമല്ല നല്ല ഒരു മനസ്സിൻ്റെ ഉടമയുമാണ്. അവരുടെ ഭാര്യയ്ക്കും ആദ്യഘട്ടത്തിൽ ബീവിയിൽ കുറ്റമൊന്നും കണ്ടിട്ടില്ല. അത് കാരണം അവരുടെ ജീവിതം സന്തോഷമായി കഴിഞ്ഞു. പഴയ ഉണർവും ഊർജവും ബീവിക്ക് തിരിച്ചു കിട്ടി. പ്രഭുവിൻ്റെ കുഞ്ഞിനെ അവർ കുളിപ്പിക്കുന്നതിലും അവിടെയുള്ള ചെറിയ ജോലികൾ ചെയ്ത് തീർക്കുന്നതിലും അവർ സായുജ്യമടഞ്ഞു. ആസുറ ബീവിയെ കാണുമ്പോഴൊക്കെ പ്രഭുവിൻ്റെ മനസ്സിൽ പുതിയൊരു സംഘട്ടനം നടക്കുകയായിരുന്നു. ഇത്രയും സുന്ദരിയായ സ്ത്രീയെ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ബീവിയെ സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾ ചിന്തിച്ചു പോയി. തൻ്റെ ഹൃദയാഭിലാഷം തുറന്നു പറയാൻ മനോധൈര്യമില്ലാതെ നാളുകളോളം മനസ്സിൽ സൂക്ഷിച്ചു നടക്കുകയായിരുന്നു പ്രഭു. പക്ഷേ ഇത് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ താൻ വീർപ്പ് മുട്ടി മരിച്ചു പോകും എന്ന് മനസ്സിലായപ്പോൾ അയാൾ ബീവിയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ബീവി, ഒരു കാര്യം പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ബീവിയെ കണ്ട നാൾ മുതൽ എനിക്ക് ഹൃദയത്തിൽ പതിഞ്ഞു പോയിരിക്കുന്നു ബീവി. എൻ്റെ ജീവിത സഖിയായി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ ബീവിയെ ക്ഷണിക്കുകയാണ്. ദയവ് ചെയ്ത് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാലും. ഇതെന്ത് പരീക്ഷണം റഹ്മാനെ! ഒരു പെണ്ണിന് എവിടെ ചെന്നാലും രക്ഷയില്ലെന്നോ? പ്രഭുവിൻ്റെ ഈ ആവശ്യത്തിന് പിന്നിലും വല്ല ദുരുദ്ദേശവും പതിഞ്ഞിരിക്കുന്നുണ്ടോ? ഉള്ളിലെ ഭയാശങ്കകൾ മറിച്ചു പിടിച്ചുകൊണ്ട് വളരെ വിനയാപൂർവം ബീവി പറഞ്ഞു: മഹാനായ പ്രഭുവേ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് അങ്ങാണ്. അതുകൊണ്ട് എക്കാലത്തും അങ്ങക്ക് ഞാൻ കടപ്പെട്ടവളാണ്. എങ്കിലും അങ്ങയുടെ ഈ ആഗ്രഹം സഫലീകരിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ വിവാഹിതയാണ്, മറ്റൊരാളുടെ ഭാര്യയാണ്. അതുമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുതേ. ബീവിയുടെ അഭ്യർത്ഥന കേട്ട് സ്നേഹസമ്പന്നനായ ആ പ്രഭു തൻ്റെ ഉദ്യമനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. വീണ്ടും അങ്ങനെ നാളുകൾ കടന്നുപോയി. അങ്ങനെ ബീവി അള്ളാഹുവിൽ ആയിരം സ്തുതി കൽപ്പിച്ചു. പക്ഷേ വലിയൊരു അപകടം ബീവിയെ കാത്തിരിക്കുകയായിരുന്നു. ബീവിക്ക് അത് അറിഞ്ഞില്ല. ആസുറ ബീവി തന്നെ രക്ഷപ്പെടുത്തിയ കച്ചവടക്കാരൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. പ്രഭുവിൻ്റെ കുട്ടിയെയും താലോലിച്ചും സന്തോഷത്തോടെ ബീവി ജീവിതം തള്ളി നീക്കുകയായിരുന്നു. ആ സമയത്താണ് ആ വീട്ടിലെ വേലക്കാരൻ ആസുറ ബീവിയെ ശ്രദ്ധിക്കുന്നത്. വേലക്കാരൻ്റെ മനസ്സിൽ മോശമായ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ആ വിവരം ആ വേലക്കാരൻ ആസുറ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ആസുറ ബീവി അവനെ ആട്ടിയോടിച്ചു. ഛീ, ഇറങ്ങിപ്പോടാ എൻ്റെ മുൻപിൽ നിന്ന്. അള്ളാഹു ഹറാമാക്കിയ വ്യഭിചാരത്തിലേക്കാണോ നീ എന്നെ ക്ഷണിക്കുന്നത്? എൻ്റെ ശരീരത്തിൽ ജീവനുള്ള കാലം വരെ അത്തരമുള്ള ഒരു കാര്യം എനിക്ക് കഴിയില്ല. കടന്നു പോകൂ എൻ്റെ മുൻപിൽ നിന്ന്. ആസുറ ബീവി അവനെ ആട്ടിപ്പായിച്ചു. പക്ഷേ ആസുറ ബീവിയുടെ മുൻപിൽ നാണം കെട്ട ആ വേലക്കാരൻ്റെ മനസ്സിൽ ആസുറ ബീവിയോട് പ്രതികാരത്തിനുള്ള ചിന്ത വളരാൻ തുടങ്ങി. ഒരു ദിവസം ഈ വേലക്കാരൻ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രഭുവിൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് മുറിച്ച് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി. അതിനുശേഷം ചോര പുരണ്ട കത്തി ആസുറ ബീവി കാണാതെ ആസുറ ബീവിയുടെ ബെഡ്റൂമിൽ തലയണയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഭുവിൻ്റെ ഭാര്യ കുഞ്ഞിനെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കുഞ്ഞിൻ്റെ തലയെടുത്ത് ശിരസിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു. രക്തം നിലക്കാതെ പ്രവഹിക്കുകയാണ്. പ്രഭുവിൻ്റെ ഭാര്യ ഇത് കണ്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ടപ്പോൾ ആളുകൾ ഓടിയെത്തി. ജനങ്ങൾ തടിച്ചു കൂടി വന്ന് നോക്കുമ്പോൾ വളരെ ദാരുണമായി പിഞ്ചു കുഞ്ഞിനെ കഴുത്തറിട്ടിരിക്കുന്നു. അവർ 4 വാർഡും ഈ കൊലയാളിയെ തിരഞ്ഞു, കണ്ടെത്തിയില്ല. പക്ഷേ ഇതിനടുത്ത് ഈ വേലക്കാരൻ സൂത്രത്തിൽ തലയണയുടെ അടിയിൽ നിന്ന് കത്തി പുറത്തെടുത്ത് വീടിൻ്റെ മുൻപിൽ തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളുടെ അടുക്കലേക്ക് ഈ ചോര പുരണ്ട കത്തിയുമായി ഓടി വന്നിട്ട് പറഞ്ഞു: ഈ കത്തി ആസുറ ബീവിയുടെ ബെഡ്റൂമിൽ തലയണയുടെ അടിയിൽ നിന്ന് കിട്ടിയതാണ്. ഇവളാണ് കുട്ടിയെ കൊന്നത്. ജനങ്ങൾ പരസ്പരം സംശയത്തോടെ ആസുറ ബീവിയെ നോക്കാൻ തുടങ്ങി. ആ വേലക്കാരൻ തുടർന്ന് പറഞ്ഞു:
ഞാൻ വെറുതെ പറഞ്ഞതല്ല, കാരണം ആസുറാ ബീവി പ്രഭുവിനെ തൻ്റെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഈ കുഞ്ഞ് അതിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയാണ് ഇവൾ കുട്ടിയെ കൊന്നത്. ഈ നുണക്കഥ അവൻ പറഞ്ഞപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചു പോയി. ആ സമയത്ത് പ്രഭുവിൻ്റെ ഭാര്യ ആസുറാ ബീവിയോട് പറഞ്ഞു, ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? ഹദ്ദ് കുഴിയിൽ നിന്ന് എൻ്റെ ഭർത്താവ് നിന്നെ രക്ഷപ്പെടുത്തി താമസിക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും തന്നു. അതിന് പകരമായിട്ടാണോ നീ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്? എൻ്റെ ഭർത്താവിനെ നിനക്ക് ഭർത്താവായി വേണമെങ്കിൽ ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ കുട്ടിയെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോവുമായിരുന്നല്ലോ. നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? ആസുറാ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കൊന്നിട്ടില്ല, എനിക്ക് അതിന് സാധ്യമല്ല. അവൻ കള്ളം പറയുകയാണ്, അവനെ വിശ്വസിക്കരുത്. മാസങ്ങളായി എൻ്റെ മടിയിലാണ് ആ കുഞ്ഞ് കളിച്ചു വളർന്നത്. എനിക്ക് അവനെ കൊല്ലാനാവില്ല. ആസുറാ ബീവി പൊട്ടി കരയുകയാണ്. പക്ഷേ പ്രഭുവിൻ്റെ ഭാര്യയെ വിശ്വസിപ്പിക്കാൻ ആസുറാ ബീവിക്ക് കഴിഞ്ഞില്ല. കാരണം മരിച്ചിരിക്കുന്നത് സ്വന്തം മകനാണ്. ആ ഒരു തിരിച്ചറിവ് ആ സ്ത്രീയെ സങ്കടവും ദേഷ്യവും വർദ്ധിപ്പിക്കുകയാണ്. ആ സ്ത്രീ ആസുറാ ബീവിയെ ആഞ്ഞടിക്കുകയാണ്. ഈ രംഗം കണ്ടു നിന്ന ബാക്കിയുള്ള നാട്ടുകാരും വീട്ടുകാരും അവരോടൊപ്പം കൂടി ആസുറാ ബീവിയെ വീണ്ടും വീണ്ടും അടിക്കുകയാണ്. ഒരു മനസ്സലിവും കാണിക്കാതെ എല്ലാവരും കൂടി 4 ഭാഗത്ത് നിന്ന് മഹദി അവറുകളെ തല്ലിച്ചതിക്കുമ്പോൾ ആസുറാ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായിത്രേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്. എല്ലാവരും കൂടി ആസുറാ ബീവിയെ അടിച്ചകർത്തു. ചോര വാർന്നൊലിച്ച് ഒരു ഭാഗത്തേക്ക് തളർന്നു വീണു. പെട്ടെന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, പ്രഭു വരുന്നുണ്ട്. എല്ലാവരും ഉറപ്പിച്ചു, ആസുറാ ബീവിയെ ഇന്ന് കൊല്ലും. ഇന്ന് 2 മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. ഒന്ന് കുഞ്ഞിൻ്റെയും മറ്റൊന്ന് ആസുറാ ബീവി റളിയല്ലാഹു അൻഹയുടെയും. മകൻ്റെ മരണവാർത്ത കേട്ട് കണ്ണീരൊലിപ്പിച്ച് മയ്യത്ത് കാണാൻ വന്ന പ്രഭു കാണുന്നത് ശിരസിൽ നിന്ന് തൻ്റെ മകൻ്റെ ഉടൽ വേർപെടുത്തി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മയ്യത്തിനെയാണ്. തൊട്ടടുത്ത് തല്ലുകൊണ്ട് രക്തം വാർന്നൊലിച്ച് തളർന്നു നിൽക്കുന്ന ബീവിയെയും. മകൻ്റെ മരണകാരണം മാനസികാവസ്ഥയിൽ ഉണ്ടായിരുന്ന പ്രഭുവിൻ്റെ അടുക്കലേക്ക് വേലക്കാരൻ ഓടി വന്ന് ചോര പുരണ്ട കത്തിയും കാണിച്ച്, ഇവളാണ് ഈ കുഞ്ഞിനെ കൊന്നത്. പ്രഭു ആ കത്തി വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. കത്തിയിൽ തൻ്റെ കുഞ്ഞിൻ്റെ ചോര പുരണ്ടിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായി. ദേഷ്യവും സങ്കടവും അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ മിന്നിമറിഞ്ഞു. അയാൾ ആസുറാ ബീവിയെ സൂക്ഷിച്ചു നോക്കി. ആസുറാ ബീവി കിടന്ന കിടപ്പിൽ മെല്ലെ വേച്ച് നടന്ന് പ്രഭുവിൻ്റെ കാല് ചുവട്ടിൽ വന്ന് വീണ് അവരുടെ കാൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല. ഞാൻ ആ പിഞ്ചുമോനെ കൊന്നിട്ടില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ഞാനാണ് കൊന്നത് എന്നാണ്. മാസങ്ങളായി എൻ്റെ മടിയിൽ കിടന്നാണ് പൊന്നുമോൻ വളർന്നത്. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്ക് ആവില്ല. പ്രഭു അവരെ എഴുന്നേൽപ്പിച്ചു. അവരുടെ മുഖത്തേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കി. ആസുറാ ബീവിയുടെ കണ്ണുകളിൽ നിരപരാധിത്വം തെളിയുന്നത് കണ്ട് പ്രഭു ആസുറാ ബീവിയോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, നിനക്ക് എൻ്റെ മകനെ കൊല്ലാൻ പറ്റില്ല. പക്ഷേ നീ ഒരു കാര്യം അറിയണം. കുറച്ച് ദിവസങ്ങളായി എന്നെയും സംബന്ധിച്ച് ചീന നാറുന്ന അവഹിത ബന്ധത്തിൻ്റെ കഥ പരക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയില്ല. പലരും ചോദിച്ചിട്ടുണ്ട് നിന്റെ വീട്ടിലെ പെണ്ണിനെയും നിനക്കും ഉള്ള ബന്ധം എന്താണെന്ന്. പക്ഷേ മറുപടി കൊടുക്കാൻ എനിക്ക് ആയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തോടെ എൻ്റെ ജീവിതം തകർന്നു പോയി. അതുകൊണ്ട് ഇനിയും എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താതെ ഞങ്ങളെ ഒന്ന് വിട്ടു പോയി തരാമോ? എന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിക്കൂടെ നിനക്ക്? ആസുറാ ബീവി പറഞ്ഞു, ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അധികപ്പറ്റായി ഞാൻ ഉണ്ടാവില്ല. എനിക്ക് അള്ളാഹു കാണിച്ചു തന്ന വഴിയുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ഉണ്ടാവില്ല. എന്തായാലും ഒരു കാര്യത്തിന് എനിക്ക് സമാധാനമുണ്ട്. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ആ കുഞ്ഞിൻ്റെ പിതാവായ അങ്ങ് മാത്രം എന്നെ വിശ്വസിച്ചു. നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കിയില്ലല്ലോ. എനിക്ക് അത് മതി, അൽഹംദുലില്ലാ. ആസുറാ ബീവി അകത്തു പോയി തൻ്റെ വസ്ത്രങ്ങൾ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖമൂടി എടുത്ത് നെറ്റത്ത് ചുംബിച്ച്, ഇല്ല മോനെ, ഈ പാവം പെണ്ണ് നിന്നെ കൊന്നിട്ടില്ല. പിന്നെ നുള്ളി നോവിക്കാൻ പോലും എനിക്കാവില്ല നിന്നെ. എന്നിട്ട് ആസുറാ ബീവി നിറയുന്ന കണ്ണുകളോടെ പോകാൻ നേരത്ത് പ്രഭു പറഞ്ഞു,
ഒന്ന് നിൽക്കൂ, ഈ പണം സ്വീകരിച്ചോളൂ. ആസുറ ബീവി പറഞ്ഞു, എനിക്ക് പണം വേണ്ട, എനിക്ക് എൻ്റെ അള്ളാഹു കൂടെയുണ്ട്. പക്ഷേ പ്രഭു സമ്മതിച്ചില്ല. ഈ പണം നിന്റെ യാത്രയിൽ ഉപകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ തുക മേടിക്കാൻ ബീവി തയ്യാറാകാതെ വന്നപ്പോൾ പ്രഭു പറഞ്ഞു, ഒരു സഹോദരൻ തരുന്നു എന്നു കരുതി ഇത് സ്വീകരിക്കണം. പ്രഭുവിൻ്റെ നല്ല മനസ്സ് കണ്ട് 2 കൈയും നീട്ടി നിറകണ്ണുകളോടെ ആ പണം സ്വീകരിക്കുകയാണുണ്ടായത്. ശേഷം ആരോടും ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പക്ഷേ പോകുന്ന വഴിയിൽ ആസുറ ബീവിയെയും കാത്ത് വലിയൊരു അപകടം പതിഞ്ഞിരിക്കുന്നത് ആസുറ ബീവി അറിഞ്ഞില്ല. ആസുറ ബീവി നടന്ന് ചെറിയ ഗ്രാമത്തിലേക്ക് എത്തി. അവിടെയുണ്ടായ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി പെട്ടിയിൽ സൂക്ഷിച്ചു. വീണ്ടും നടക്കുകയാണ് ആസുറ. കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ കുറച്ചപ്പുറത്ത് നിന്ന് ഒരു ദയനീയമായ കരിച്ചിൽ കേൾക്കുകയാണ്. കരിച്ചിലിൻ്റെ ശബ്ദം കൂടി വന്നപ്പോൾ ആസുറ ബീവി കരിച്ചിലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങിപ്പോയി. അപ്പോൾ കാണുന്നത് ധാരാളം ആളുകൾ കൂടി നിൽക്കുന്ന അതിൽ ഒരു മനുഷ്യനെ ആളുകൾ ആക്രമിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ആസുറ ബീവി ചോദിച്ചു, നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യനെ എന്തിനാണ് ആക്രമിക്കുന്നത്? ആ സമയത്ത് ജനങ്ങൾ പറഞ്ഞു, ഇവൻ 300 ദീനാർ കടം വാങ്ങിയിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ചോദിക്കുമ്പോൾ ഓരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് ഇവനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. ആസുറ ബീവി പറഞ്ഞു, നിങ്ങൾ ഇവനെ വെറുതെ വിടുക, ആ 300 ദീനാർ ഞാൻ തരാം. ആസുറ ബീവി പ്രഭു കൊടുത്ത പണത്തിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി ബാക്കിയുള്ള ദീനാർ കൊടുത്ത് ആ മർദ്ദിതനെ മോചിപ്പിക്കുകയാണുണ്ടായത്. എന്നിട്ട് ബീവി നടക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നിൽ നിന്ന് ബീവിയെ രക്ഷപ്പെടുത്തിയാൾ വിളിക്കാൻ തുടങ്ങി. ആസുറ ബീവി ചോദിച്ചു, എന്ത് വേണം? ഇനിയും ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നന്ദി പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പിന്നെ ബീവി വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു. ബീവി പറഞ്ഞു, അത് പറ്റില്ല, നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. പക്ഷേ അയാൾ ആസുറ ബീവിയെ വിടാതെ പിന്തുടർന്നു. ഇത് കണ്ടപ്പോൾ ആസുറ ബീവി നടത്തത്തിന് വേഗത കൂട്ടിയപ്പോൾ അവനും വേഗത കൂട്ടി. അവൻ വിടാൻ ലക്ഷണമില്ല എന്നായപ്പോൾ ആസുറ ബീവി ഓടാൻ തുടങ്ങി. ഒരു കടലോല ഭാഗത്തിലൂടെ 2 പേരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു കടലിൽ ഒരു പായ കപ്പലിൽ നിർത്തിയിട്ട് അവിടെ കപ്പിത്താൻ വിശ്രമിക്കുകയാണ്. കപ്പിത്താൻ നോക്കുമ്പോൾ സുന്ദരിയായ ഒരു യുവതിയെ ഒരു യുവാവ് ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. കപ്പിത്താനെ കണ്ടപ്പോൾ ആസുറ ബീവി ഓടി വന്നിട്ട് പറഞ്ഞു, അല്ലയോ സഹോദര, എന്നെ അയാളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ സമയത്ത് കപ്പിത്താൻ ആസുറ ബീവിയെയും ആ യുവാവിനെയും 2 ഭാഗത്തേക്ക് മാറി നിർത്തി. കപ്പിത്താൻ അയാളോട് ചോദിച്ചു, നീ എന്താണ് ഇവളെ ബുദ്ധിമുട്ടിക്കുന്നത്? നിന്റെ ആരാണ് ഇവൾ? അയാൾ പറഞ്ഞു, ഇവൾ എൻ്റെ അടിമ സ്ത്രീയാണ്. ഇവളുടെ കയ്യിൽ പെട്ടി കണ്ടോ? അതിൽ എന്നിൽ നിന്നും ഒളിച്ചോടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവളുടെ പിന്നാലെ ഓടുന്നത്. ആസുറ ബീവി പറഞ്ഞു, ഇയാളുടെ വാക്ക് വിശ്വസിക്കരുതേ, ഇയാൾ നുണ പറയുകയാണ്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. പക്ഷേ ആസുറ ബീവിയുടെ സൗന്ദര്യത്തിൽ മതിമറഞ്ഞ കപ്പിത്താൻ ബീവി പറയുന്നത് വിശ്വസിച്ചില്ല. മാത്രമല്ല ഇയാൾ ആ യുവാവിനോട് ചോദിച്ചു, ഈ അടിമ സ്ത്രീയെ എനിക്ക് വിൽക്കുമോ? അപ്പോൾ പറഞ്ഞു, 300 ദീനാർ തന്നാൽ ഞാൻ വിൽക്കാം. അങ്ങനെ 300 ദീനാർ നൽകി കപ്പിത്താൻ ബീവിയെ വാങ്ങിച്ചു. അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. ശേഷം ആസുറ ബീവിയോട് പറഞ്ഞു, എടി പെണ്ണേ, എൻ്റെ അടിമ സ്ത്രീയാണ് നീ. എന്നിട്ട് പിടിച്ചു വലിച്ച് കപ്പലിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലേക്ക് തള്ളിവിട്ടു. നീ അവിടെ കിടക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ആസുറ ബീവി നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് കരഞ്ഞ് തളർന്ന് പെട്ടിയിൽ തലവെച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ കപ്പിത്താൻ ആസുറ ബീവിയുടെ അരികിൽ ചെന്ന് നിന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുന്നത് ആസുറ ബീവിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന കപ്പിത്താനെയാണ്. ആസുറ ബീവി പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, ഈ ഹറാമിനെ കൂട്ടുനിൽക്കാൻ എനിക്കാവില്ല. ഇത് കേട്ടപ്പോൾ കപ്പിത്താനിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്നിട്ട് ആസുറ ബീവിയുടെ മുഖത്തേക്ക് ഞെടിച്ചു. അടിയുടെ ശക്തിയിൽ ആസുറ ബീവി ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ അവിടെ കിടന്നുകൊണ്ട് ആസുറ ബീവി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ പീഡനം അനുഭവിക്കുന്നത്.
എന്നിട്ടും നീ കാണുന്നില്ലേ? ആസുറ ബീവി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ദുആ ചെയ്തു. കാരുണ്യവാനായ അള്ളാഹു ആസുറ ബീവിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു ഉത്തരം നൽകുകയാണ് ചെയ്തത്. ഇൻഷാ അള്ളാഹ് മഹദിയുടെ ബാക്കി ചരിത്രം അടുത്ത പാർട്ട് 4-ൽ പറയുന്നതായിരിക്കും. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.